നേരെ നമ്മൾ ശിരൂരിലേക്കാണ്. ശിരൂരിൽ പുത്തൻ പ്രതീക്ഷ. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ ഉൾപ്പെടെയുള്ളവർക്കുമായ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിർണായക തെരച്ചിൽ തുടരുകയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അർജുന്റെ ലോറിയിൽ കയറിന്റെ ഭാഗവും ക്രാഷ് ഗാർഡും കണ്ടെത്തി. അലക്സ് മുഹമ്മദ് വിവരങ്ങളുമായി ശിരൂരിൽ നിന്നും. അലക്സ്, അർജുനെയും അർജുന്റെ ലോറിയും കാണാതായി ദിവസങ്ങൾ ഇത്രയായിട്ടും ഏതെങ്കിലും തരത്തിൽ ആ വണ്ടിയെക്കുറിച്ചുള്ള ഒരു സൂചനയും കിട്ടിയിരുന്നില്ല. ആ സൂചന കിട്ടിയ ഒരു ദിവസം എന്നുള്ള നിലയ്ക്ക് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്നാണ്. അലക്സ്, ഹാഷ്മി, നിസ്സംശയം പറയാം, 69-70 ദിവസം അതത്രയുമാകുന്നു അർജുനെ കാണാതായിട്ട്, അർജുന്റെ തിരോധാനം ഉണ്ടായിട്ട് അത്രയും ദിവസമാകുന്നു. ആ അത്രയും കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, അത് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ദിവസം, അത് ഇന്നാണ്. അത് ഈ നിമിഷങ്ങളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പോയിന്റ്, അതായത് കുടുംബം അടക്കം പറഞ്ഞ, അത് മനാഫ് അടക്കം സൂചിപ്പിച്ച ഈ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് അർജുന്റെ ട്രക്കിലേതെന്ന് സ്ഥിരീകരിച്ച വസ്തുക്കൾ കിട്ടിയത്. സ്ഥിരീകരിക്കാത്തത് അവിടെ നിൽക്കട്ടെ ഹാഷ്മി, സ്ഥിരീകരിച്ച വസ്തുക്കൾ കിട്ടിയത് ഇവിടെ നിന്ന് ഈ രണ്ടാം ഘട്ട പരിശോധനയിൽ, അത് രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നു. രണ്ടാം ഘട്ട പരിശോധനയിൽ നാവികസേനയ്ക്ക് ഇവിടെ നിന്ന് ലഭിച്ച കയർ, അത് അർജുന്റെ ലോറിയിൽ ഈ തടിക്കഷ്ണങ്ങൾ കെട്ടിയിരുന്ന കയറാണ്. അത് അർജുന്റെ ലോറിയുടേതാണ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്ന് അല്പം മുമ്പാണ് ഈ ഡ്രഡ്ജർ കമ്പനി തന്നെ ഏർപ്പെടുത്തിയ ഡൈവിംഗ് സംഘം, ആ ഡൈവർ തൊട്ടടുത്ത ആ മേഖലയിൽ മുങ്ങിത്താണ് നടത്തിയ പരിശോധനയിൽ ഈ കയറിന്റെ വലിയൊരു ഭാഗം കിട്ടിയത്. അത് നല്ല നീളമുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗം തൊട്ടടുത്ത് മറ്റൊരു വള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് തന്റെ ലോറിയുടെ കയർ തന്നെയാണെന്ന് മനാഫ് ഇവിടെ എത്തി സ്ഥിരീകരിക്കുന്നു. അതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ മെറ്റൽ പാർട്ട് കിട്ടിയിരുന്നു. അത് ക്രാഷ് ഗാർഡാണ്, അത് ഗാർഡാണ് എന്നുള്ള കാര്യവും മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതല്ലാത്ത ചെറിയ ലോഹഭാഗങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. അത് ആ ഡ്രഡ്ജറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ തന്നെ ആ കയറിന്റെ രണ്ട് പ്രാവശ്യം ഡ്രഡ്ജർ വെസൽ യന്ത്രക്കൈ ഉപയോഗിച്ച് താഴേക്ക് നടത്തിയ തിരച്ചിൽ 2-3 തവണ വീണ്ടും കയറിന്റെ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതും ആ ഡ്രഡ്ജർ വെസലിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ആരംഭിച്ചത് ഈ മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ ഈ അർജുൻ തിരോധാനത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസം ഇന്നാണ്. ഏറ്റവും കൂടുതൽ സൂചനകൾ അവിടെ ട്രക്ക് ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സൂചനകൾ ലഭിച്ച ദിവസം ഇന്നാണ്. ഒരു ബാഗിന് സമാനമായ വസ്തു അവിടെ നിന്ന് ലഭിച്ചു. ഒരു തിരിച്ചറിയൽ രേഖയ്ക്ക് സമാനമായ വസ്തു അതിനുള്ളിൽ നിന്ന് ലഭിച്ചു. അതൊക്കെ ആ ഡ്രഡ്ജർ വെസലിനുള്ളിലെ ജീവനക്കാരുടെ കയ്യിലുണ്ട്. അതൊക്കെ അധികൃതരെത്തി കണ്ട് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, ആരുടേതാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഏറ്റവും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് നടന്ന ദിവസമാണ് ഇന്ന്. അത് മാത്രമല്ല, ഇന്നേ ദിവസമാണ് ഈ തിരച്ചിലിന് ഒരു ദിശാബോധം ഉണ്ടായത് എന്ന് നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ നിന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം, പ്രത്യേകിച്ച് മെനിഞ്ഞാന്നൊക്കെ, ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത തിരച്ചിൽ, അത് ഈ ഡ്രഡ്ജിംഗ് വെസലാവട്ടെ, അതല്ല എങ്കിൽ ഡൈവിംഗ് ആകട്ടെ, അത് തോന്നുംപടി അത് ആ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് കൃത്യമായ ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കാർവാർ MLA കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇവിടെ നിന്ന് മാൽപ്പെ മടങ്ങിപ്പോയത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അത് ബാധിക്കില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ഏകോപനത്തോടു കൂടിയുള്ള പ്രവർത്തനം ജില്ലാ ഭരണകൂടം ഇവിടെ ഏർപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നാവികസേന അംഗങ്ങളുണ്ട്, SDRF ഉണ്ട്, NDRF ഉണ്ട്, ഒപ്പം മറ്റ് സ്റ്റേറ്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസികളുണ്ട്, ഒപ്പം മറ്റ് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ അടക്കം ജീവനക്കാരുണ്ട്. അവരുടെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം രാവിലെ മുതൽ നടക്കുന്നുണ്ട് ഹാഷ്മി. അല്പം മുമ്പ് വരെയും നാവികസേന അംഗങ്ങൾ ഇവിടെ നിന്ന് സോണാർ പരിശോധന നടത്തുന്നുണ്ട്. മറ്റേതെങ്കിലും പോയിന്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യം, ഇവിടെ പരിശോധന നടത്തണമെന്നുള്ള കാര്യം നാവികസേന അംഗങ്ങൾ ഈ ഡ്രഡ്ജിംഗ് വെസലിനും ഒപ്പം ഡൈവേഴ്സിനും ഒക്കെ നിർദ്ദേശം നൽകുന്നുണ്ട്. ഇനി ഏതെങ്കിലും വിധത്തിൽ ഡൈവ് ചെയ്യാൻ സന്നദ്ധമായ ഒരു സംഘം നാവികസേന അംഗങ്ങൾ ഇവിടെ ഉണ്ട് താനും. അവർക്ക് നിർദ്ദേശം ലഭിച്ചാൽ അവരത് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ തിരച്ചിൽ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം, ഈ CP-12 എന്ന് പറയുന്ന ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു ഡീപ് ഡൈവ് നടത്തണം എന്നുള്ളതാണ് ഹാഷ്മി. ഒരു മുങ്ങിത്താണുള്ള ഒരു കാര്യക്ഷമമായുള്ള ഒരു പരിശോധന കൂടി ഇവിടെ നടത്തേണ്ടതുണ്ട്. അത് നടക്കണമെങ്കിൽ ഇപ്പോൾ ഇതിന്റെ അടിയിൽ വലിയ തോതിൽ മൺകൂനെ രൂപപ്പെട്ടിട്ടുണ്ട്, ഒപ്പം പാറകഷ്ണങ്ങൾ വീണ് കിടപ്പുണ്ട്. അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഈ കാണുന്ന യന്ത്രക്കൈക്ക് താഴേക്ക് പോകാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട്. കേവലം 5 മീറ്റർ അല്ലെങ്കിൽ 5.1 മീറ്റർ മാത്രമാണ് അതിന്റെ ഉയരമെന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ താഴേക്ക് പോകുന്നതിന് പരിമിതിയുണ്ട്. കൂടുതൽ താഴേക്ക് പോയി ആ പാറകഷ്ണങ്ങളും ആ മണ്ണും ആ മൺകൂനയും നീക്കം ചെയ്ത് അവിടെ കൃത്യമായി അത് വിസിബിലിറ്റി പോസിബിൾ ആകുന്ന ഒരു സമയത്ത് ഡൈവേഴ്സ് ഇറങ്ങി നടത്തുന്ന ഡീപ് ഡൈവിൽ കൃത്യമായ അർജുന്റെ വാഹനത്തെ സംബന്ധിച്ച് സൂചന ലഭിക്കും എന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ലോറി ഉടമ ഇന്ന് ആ പ്രതീക്ഷകൾക്ക് ഉറപ്പായും അർത്ഥമുണ്ട്. അലക്സ്, കാര്യം 70-75 ദിവസങ്ങൾ നീണ്ട നമ്മുടെ കാത്തിരിപ്പാണ്. അതിനിടയിൽ വയനാട് വന്നു, വാർത്തയുടെ ഫോക്കസ് മാറി എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വേദന, അല്ലെങ്കിൽ ഹൃദയത്തിൽ വയനാട് അതിൻ്റെയൊക്കെ 10 മടങ്ങ് ആഘാതത്തിൽ ദുരന്തമുണ്ടാകുമ്പോഴും ശിരൂരിൽ അർജുൻ എന്ത് സംഭവിച്ചു എന്ന ഓരോ മലയാളികളുടെയും ഹൃദയത്തിലൊരു ചോദ്യമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ചോദ്യം ഈ ദിവസങ്ങൾ അത്രയും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വസ്ത്രങ്ങളുടെ ഭാഗം കണ്ടെത്തി എന്ന് അറിയാൻ കഴിയുന്നു. ഒരു തിരിച്ചറിയൽ കാർഡ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആരുടെയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. വസ്ത്രങ്ങളുടെ ഭാഗം കണ്ടെത്തി എന്നുള്ളത് ഒരു വിവരം കൂടി ഇപ്പോൾ
ദാ ഇപ്പോൾ അവിടുന്ന് വരുന്നുണ്ട്. ഷിരൂരിൽ വസ്ത്രങ്ങളുടെ ഭാഗം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ആ മേഖല കേന്ദ്രീകരിച്ച് മനാഫിൻ്റെ ലോറി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുക. ക്രാഷ് കാർഡ് അത് മനാഫിൻ്റെ ലോറിയുടേതാണെന്ന് തന്നെ സ്ഥിരീകരിക്കുന്നു മനാഫ്. അത് കഴിഞ്ഞ് അവിടെയും കൂടുതൽ ലോഹഭാഗങ്ങൾ അവിടെയുണ്ട്. അതും ഒരുപക്ഷെ മനാഫിൻ്റെ ലോറിയുടെ തന്നെ ആകണം. ഈ വസ്ത്രങ്ങളുടെ ഭാഗം കണ്ടെത്തി എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടത് ഇനി മനാഫാണ്, അല്ലെങ്കിൽ അർജുൻ്റെ ബന്ധുക്കളൊക്കെയാണ് അത് സ്ഥിരീകരിക്കുന്നത്. അർജുൻ്റെ വസ്ത്രമാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടത്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, ഈ വസ്ത്രങ്ങളുടെ ഭാഗം കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇന്നത്തെ തെരച്ചിൽ നൽകുന്ന പ്രതീക്ഷ കൂടുതൽ കനപ്പെട്ട പ്രതീക്ഷകൾ നൽകുകയാണ് തെരച്ചിൽ. അരുൺ, സാഹചര്യത്തിൽ കൂടുതൽ തെരച്ചിൽ ആ മേഖലയിലേക്ക് നടക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ആ മേഖല, അതായത് കോൺടാക്ട് പോയിന്റ് 1-2 ആ കേന്ദ്രീകരിക്കുന്ന തെരച്ചിലേക്ക് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഒരു വശത്താണ്, അതായത് 30 മീറ്റർ ഭാഗത്ത് തെരച്ചിൽ നടത്തണമെന്നാണ് നാവികസേനയുടെ നിർദ്ദേശം. ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിന് പിന്നാലെ ക്രാഷ് ഗാർഡ് എന്ന അത് മനാഫിൻ്റെ ലോറിയുടെ തന്നെയാണ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആ മേഖലയിൽ തന്നെ ഏതാണ്ട് ഒരു വസ്ത്രങ്ങളുടെ ഭാഗം കൂടി കണ്ടെത്തുന്നുണ്ട്. അത് അർജുൻ്റെ വസ്ത്രമാണോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് തുടരുന്നു അവിടെ. അലക്സ്, മനാഫ് അർജുൻ്റെ ഈ വസ്ത്രഭാഗം കണ്ടോ? അത് വസ്ത്രഭാഗം അർജുൻ്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ അലക്സ്? ആ ഡ്രഡ്ജറിൽ നോക്കൂ ഹാഷ്മി, ആ ഡ്രഡ്ജറിലേക്ക് നോക്കുക. ആ ഡ്രഡ്ജറിൽ നിന്ന് ലഭിച്ച ഒരു വസ്തു അത് ആ ജീവനക്കാരുടെ അടുത്ത് ഉയർത്തുന്നുണ്ട്. അതൊരു വസ്ത്രഭാഗമാണ്, അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് ആ ഡ്രഡ്ജറിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കണം. അതല്ലെങ്കിൽ അതിന്റെ ചിത്രങ്ങളെങ്കിലും ഇവിടേക്ക് അർജുനുമായി ബന്ധപ്പെട്ടവരിലേക്ക് എത്തിക്കണം. അത് മനാഫിന്റെ അടുത്തെങ്കിലും എത്തിക്കണം. എന്നാൽ മാത്രമാണ് ആ വസ്ത്രം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. പക്ഷേ എന്താണെങ്കിലും നിർണായകമായുള്ള സൂചനകൾ, ലീഡുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അർജുന്റെ ട്രക്ക് ഈ പരിസരത്ത്, ഈ മേഖലയ്ക്ക് അടുത്ത് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ശക്തമായ എവിഡൻസുകൾ, ശക്തമായ ലീഡുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ രാവിലെ മുതൽ ഇതുവരെ നടത്തുന്ന കാഴ്ച, ഇതുവരെ കാണുന്ന കാഴ്ച. ഈ മേഖലയിൽ, അതായത് എന്തൊക്കെയാണ് നടത്തുന്ന മേഖലയിൽ നിന്ന് കൂടുതലായി ഈ റോപ്പിന്റെ ഭാഗം കണ്ടെത്തിയത് അവിടെ നിന്നാണ്. തൊട്ടിപ്പുറത്ത് നിന്ന് നേരത്തെ റോപ്പിന്റെ വലിയൊരു ഭാഗം അത് തൊട്ടിപ്പുറത്ത് നിന്ന് കണ്ടെത്തി. ഒരു യന്ത്രഭാഗം അവിടെ നിന്ന്, ഒരു ലോഹഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ആ ലോഹഭാഗം എടുത്ത് അവിടേക്ക് വെച്ചിട്ടുണ്ട്. അത് അർജുന്റെ വാഹനത്തിലേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അത് മനാഫിനെ അടക്കം അത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അത് വ്യക്തമായില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു ക്രാഷ് കാർഡിന്റെ ഭാഗം അദ്ദേഹം കണ്ടു. അത് ആ വാഹനത്തിലേതാണ് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റോപ്പ് ആ വാഹനത്തിലേതാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ഈ വാട്ടർ സ്റ്റാൻഡ് ഈ വാഹനത്തിലേതാണ്. ഒപ്പം ഈ ലിവർ ജാക്ക് ഈ വാഹനത്തിലേതാണ്. അതൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് ഹാഷ്മി. അതെല്ലാം ലഭിച്ചത് മറ്റെവിടെ നിന്നുമല്ല, ഈ കാണുന്ന ലക്ഷ്മണന്റെ കടയ്ക്ക് തൊട്ടടുത്ത് കാണുന്ന ഈ CP12 എന്ന് പറയുന്ന അടയാളപ്പെടുത്തി ഈ പോയിന്റുകളിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് കുടുംബവും ആവർത്തിച്ച് പറയുന്നത്, ദാ എന്റെ തൊട്ടടുത്ത് ഈ ഗംഗാവാലി പുഴയുടെ കരയിൽ അർജുന്റെ സഹോദരിയും ഒപ്പം സഹോദരിയുടെ ഭർത്താവുമുണ്ട്. അവരിവിടേക്ക് ആ കണ്ണുകൾ നട്ടിരിക്കുകയാണ്. ഈ സമയത്തും ഈ 70-ാം ദിവസം അവരിവിടേക്ക് കണ്ണ് നട്ടിരിക്കുകയാണ് ഹാഷ്മി. അതൊരു വല്ലാത്ത കാഴ്ചയാണ്, കേരളത്തിന്റെ കാഴ്ചയാണ്. അങ്ങനെ തന്നെ അർജുനെ കാത്തിരിക്കുന്നു കേരളം എന്നുള്ളതാണ്. ആ ചോദ്യത്തിനൊരു മറുപടി വേണം എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ആ പരിശോധന നടത്തിയാൽ അതിൽ കൃത്യമായി തുമ്പ് ലഭിക്കും, സൂചന ലഭിക്കും. അർജുന്റെ ട്രക്ക് ഇവിടെയുണ്ട് എന്ന് പൂർണ്ണമായി അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട കാര്യം ഹാഷ്മി, ഒരു ഡീപ് ഡൈവ് ഇവിടെ വേണ്ടിവരും. ആ ഡീപ് ഡൈവ് വേണമെങ്കിൽ ഈ അടിത്തട്ടിലെ അടിഞ്ഞുകൂടിയ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് താഴെ പോയി വന്ന ഈശ്വർ മാൽപ്പ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം പാറക്കല്ലുകൾ വീണിട്ടുണ്ട്. അതൊക്കെ നീക്കം ചെയ്യണം. അതിന് ശക്തമായി ഡ്രഡ്ജിംഗ് സംവിധാനം വേണം. അതുകൊണ്ട് അവിടെ നിന്ന് നീക്കം ചെയ്ത് ഈ വെള്ളം അത് തെളിനീര് പോലെ കാണുന്ന ഒരു സമയമാകുമ്പോൾ, ഒരു വിസിബിലിറ്റി പോസിബിൾ ആകുന്ന സമയമാകുമ്പോൾ ഡീപ് ഡൈവേഴ്സ് ഇവിടെ എത്തി അതിനുള്ളിൽ ഇറങ്ങി താഴേക്ക് നടത്തുന്ന പരിശോധനയിൽ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു സൂചന ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ലോറി ഉടമ മനാഫുള്ളത്, കുടുംബാംഗങ്ങളുള്ളത്. ആ പരിശോധന തുടരുന്നു. അല്പം ഒരു വസ്ത്രഭാഗം കണ്ടെത്തി. ഇന്ന് തിരിച്ചറിയൽ രേഖയ്ക്ക് സമാനമായ വസ്തു, ഒപ്പം ഈ ബാഗിന് സമാനമായ വസ്തു ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ആരുടേതാണെന്ന് സ്ഥിരീകരിച്ചില്ല. എന്നാണെങ്കിൽ പോലും സ്ഥിരീകരിച്ച വസ്തുക്കളുടെ എണ്ണം നോക്കുക ഹാഷ്മി, എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനർത്ഥം ഇവിടെ തന്നെ അത് കാണാനുള്ള സാധ്യത, അതിന് ബലം പകരുന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. നാവികസേന അംഗങ്ങളും രാവിലെ വന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്ത ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നിതാണ്. ഇതിന് ചുറ്റളവ്, ഈ 30 മീറ്റർ ചുറ്റളവിൽ കാര്യക്ഷമമായ ഡ്രഡ്ജിംഗ് നടത്തണമെന്നാണ് നാവികസേനയും ഈ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇന്ന് ഡ്രഡ്ജിംഗ് വെസൽ പ്രവർത്തിക്കുന്നുണ്ട്, ആ ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം അവർ ഏർപ്പെടുത്തിയ ഡൈവറും അങ്ങനെ തന്നെ അവരുടെ ആ തിരച്ചിൽ ഊർജിതമായി നടത്തുന്നുണ്ട് ഹാഷ്മി. എന്തായാലും ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ ഡ്രഡ്ജറിന്റെ കാര്യം പറയുന്നത് പറഞ്ഞാൽ ഇതിന്റെ ഈ ദുരന്തത്തിന്റെ ആദ്യ ദിവസങ്ങൾ തന്നെ, ആദ്യം ഒരു 4, 5, 6, 7 ദിവസങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഫലമുണ്ടാവാത്തപ്പോൾ തന്നെ ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യമൊക്കെ അന്നേ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും യാഥാർത്ഥ്യമായില്ല. അത് പലതരത്തിലുള്ള, നമ്മളാരെ കുറ്റപ്പെടുന്നതല്ല, പക്ഷേ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആ ഡ്രഡ്ജർ എത്ര യാഥാർത്ഥ്യമായിരുന്നില്ല. അതിനുശേഷം ഗംഗാവലി പുഴ അടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് കാണുമ്പോൾ നമ്മൾ അന്ന് നേരിട്ട് അവിടെ പോയി ഗംഗാവലിയുടെ കരയിലൊക്കെ നിന്നതാണ്. അന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ കുത്തി ഒലിച്ചിരുന്ന അഴിമുഖമാണ്. ഇത് കടലിനോട് ചേരുന്ന ഭാഗമൊക്കെയാണ്. ഇവിടുന്ന് 6-7 കിലോമീറ്റർ മാത്രമാണ് കടലിലേക്ക് അവിടെ ബാക്കിയുള്ളൂ. അത് കാരണം
വല്ലാത്ത ആഴത്തിൽ വല്ലാത്ത വീതിയിൽ കുത്തി ഒഴുകിയിരുന്ന ചെമ്മണ്ണിൻ്റെ നിറത്തിൽ മാത്രം ഒഴുകിയിരുന്ന ഗംഗാവലി വല്ലാതെ മാറി. അന്ന് കണ്ട ഗംഗാവലിയാണോ ഈ പുഴ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ അവിടുത്തെ ജലനിരപ്പ് മാറി. ജലനിരപ്പ് വല്ലാതെ താഴ്ന്നു. അവിടുത്തെ അടിയൊഴുക്ക് ഗംഭീരമായി കുറഞ്ഞു. മുകൾ പരപ്പിൽ കാണാൻ കഴിയുമായിരുന്ന വലിയ ഒഴുക്കിൻ്റെ കാഴ്ചകൾ ഇപ്പോഴില്ല. അന്ന് ചെമ്മണ്ണ് നിറത്തിൽ കുത്തിയൊഴുകിയതാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു നീല കളറോ ഒരു പച്ച കളറോ ഒക്കെയായി സാധാരണ പുഴകൾ കാണുന്ന മട്ടിൽ തന്നെ ഗംഗാവലി കാണുന്നു. അത് ഏതാണ്ട് കൃത്യസമയത്ത് ഡ്രഡ്ജർ എത്തുന്നു. ആ ഡ്രഡ്ജർ എത്തിയുള്ള പരിശോധനയിൽ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ കഴിഞ്ഞ 70-ലധികം ദിവസങ്ങളുടെ വല്ലാത്ത അൺസർട്ടനിറ്റിക്കൊടുവിൽ എന്തൊക്കെയോ ചില പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ള ആ നിർണായകമായ ചോദ്യത്തിലേക്ക് ഒരു ഉത്തരം കിട്ടാവുന്ന തരത്തിലുള്ള ചില സൂചനകൾ കിട്ടുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എന്താണ് ഇതിനടിയിൽ നിന്ന് കണ്ടെത്തിയ ഓരോരോ ഭാഗങ്ങളാണ്. ഇന്നിപ്പോൾ വണ്ടിയുടെ ക്രാഷ് കാർഡ് മനാഫ് അതിന് നേതൃത്വം നൽകുന്ന രീതിയിൽ തന്നെ അവിടെയുണ്ട്. തൻ്റെ വണ്ടിയുടെ ഭാഗങ്ങൾ തന്നെയാണോ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ റോപ്പ്, ഈ തടി കെട്ടിയ റോപ്പ് ആദ്യം കണ്ടെത്തി, അതിനുശേഷം ക്രാഷ് ഗാർഡ് കണ്ടെത്തി, കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തി, ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയതാണ് ഒരു വസ്ത്രഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ തന്നെ ഇപ്പോൾ ഇന്നലത്തെ ഡ്രഡ്ജർ പരിശോധന ഏറ്റവും ഒടുവിൽ ഒരു അസ്ഥിയുടെ ഭാഗം ആ ഭാഗത്ത് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ശാസ്ത്രീയ പരിശോധന അത് മനുഷ്യൻ്റേതാണോ എന്ന കാര്യം സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയ പരിശോധന ഫലമൊക്കെ ഇന്ന് വരും. ഏതോ ചില പ്രതീക്ഷകളൊക്കെ അവിടുന്ന് ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ഇന്ന് കിട്ടുന്നുണ്ട്. വിജയകുമാർ കൂടി ചേർന്നുണ്ട്. വിജയകുമാർ, എന്തായാലും ഈ ദിവസം ഈ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറയാം. ഈ വസ്ത്രം അർജുൻ്റേതാണോ എന്നുള്ള സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. കൂടുതൽ ഈ പറയുന്ന ക്യാബിൻ ഇൻടാക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത്, അതിനുള്ളിൽ നമ്മുടെ അർജുൻ ഉണ്ടോ, ആ ക്യാബിൻ കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. എന്തായാലും ഈ ദിവസം വൈകുന്നേരം വരെ നീളുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്ന് പ്രതീക്ഷിക്കാമല്ലോ വിജയകുമാർ? തീർച്ചയായും ഇന്നത്തേത് നമ്മളെ നിർണായകമെന്ന് പറയുന്ന ഒരു ദിവസം. സാധാരണ അങ്ങനെ ഒരു പ്രയോഗം എന്നതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഒരു റിസൾട്ട് കിട്ടാവുന്ന ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിലയിരുത്താം. ഇപ്പോൾ 4 മണിയോടെ ഇന്ദ്രപാലൻ അവിടെ എത്തും എന്നൊരു വിവരം കൂടിയുണ്ട്. ശിരൂരിലെത്തും എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുറേ കൂടി കൃത്യമായി ഇനി എവിടെയാണ് ഒരു ലോഹഭാഗമുള്ളത് എന്നത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് തെരച്ചിൽ കേന്ദ്രീകരിക്കാൻ കഴിയും. ഇന്ന് ക്രാഷ് ഗാർഡ് കണ്ടെത്തി, വാഹനത്തിൻ്റേത് ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തി, ചില വസ്ത്രങ്ങളുടെ ഭാഗം കണ്ടെത്തി, തടികൾ കെട്ടാൻ ഉപയോഗിച്ച കയറ് കണ്ടെത്തി. ഇത്രയും വിപുലമായി വസ്തുക്കൾ വെള്ളത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഈ പരിസരത്ത് ഈ ഭാഗത്ത് ഈ ലോറിയുടെ ക്യാബിൻ ഉണ്ടെന്ന് തന്നെ കരുതാം. 2 സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, ഈ ലോറി അതിൻ്റെ ക്യാബിൻ ഏതെങ്കിലും തരത്തിൽ ചളുങ്ങി അല്ലെങ്കിൽ വലിയ ഡാമേജ് ഒന്നുമില്ലാതെ ഈ വെള്ളത്തിനടിയിൽ മണ്ണിനടിയിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ടാകാം. അതാണ് സാധ്യത 1. സാധ്യത 2, ഇത് ഒരു ഈ പറയുന്ന ഈ മണ്ണിടിച്ചിലെ പാറക്കെട്ടുകളിലൊക്കെ വന്ന് ഇത് ബ്ലാസ്റ്റായി ഇത് പൊട്ടിച്ചിതറി പോയിട്ടുണ്ടാകാം എന്നതാണ് സാധ്യത 2. അങ്ങനെയാണെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ പല ഭാഗങ്ങളായി ചിതറിപ്പോയിട്ടുണ്ടാകാം. ഈ രണ്ടാമത്തെ സാധ്യത മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ മനാഫ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ക്രാഷ് ഗാർഡും ഈ മറ്റു ചില ലോഹഭാഗങ്ങളും ഒഴികെ അതിൻ്റെ പ്രധാനപ്പെട്ട ഇപ്പോൾ അതിൻ്റെ ക്യാബിനിൽ അതിന് സ്റ്റിയറിംഗ് ഒക്കെയുള്ള ഭാഗം, അത് ഇന്നലെ നമ്മൾ ഒരു ലോറിയുടേത് കണ്ടതാണ്. ഒരു ക്യാബിൻ കണ്ടെത്തിയതാണ്. അതിൻ്റെ ഭാഗത്ത് സ്റ്റിയറിംഗ് അടക്കമുള്ള ഭാഗങ്ങൾ കണ്ടെത്തി. അങ്ങനെയൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇത് ഭാരത് ബെൻസിൻ്റെ ഒരു പുതിയ വാഹനമാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറിച്ച് ചിതറിപ്പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സാധ്യത, അതായത് ഡാമേജോടുകൂടി ഇത് വേർപെടാതെ, വാഹനത്തിൽ നിന്ന് വേർപെടാതെ ഇത് അവിടെ തന്നെ ഉണ്ടാകുമെന്നതാണ് പ്രാഥമികമായി നമ്മൾ കരുതുന്നത്. അതല്ല, ആ സാധ്യത അടഞ്ഞെങ്കിൽ മാത്രമേ ഇത് ചിതറിത്തെറിച്ച് പല ഭാഗങ്ങളിലായി പോയിട്ടുണ്ടാകുമെന്ന് കരുതുക. ഇനിയിപ്പോൾ സാധ്യത 1, അത് കണ്ടെത്തിയാൽ അതിൽ അർജുൻ എങ്ങനെ കുടുങ്ങിയിട്ടുണ്ടോ, അതിൽ തന്നെ അദ്ദേഹം കുടുങ്ങിപ്പോയിട്ടുള്ളതാണോ എന്നത് പരിശോധിക്കേണ്ട. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ ക്യാബിന് എന്തു പറ്റി എന്നത് കണ്ടെത്തൽ തന്നെയാണ്. അതിലേക്ക് വിരൽ ചൂണ്ടാവുന്ന ചില വിവരങ്ങൾ ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്, ഈ ദിവസം രാവിലെ മുതലുള്ള തെരച്ചിലിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം, ഒരു റിസൾട്ട് ഉണ്ടാകാൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അതിന് കുറെ കൂടി നേരത്തെ ഈ സോണാർ പരിശോധനയിൽ 2 പ്രധാനപ്പെട്ട മേഖലകളിലാണ് പോയിന്റ് നമ്പർ 1ഉം പോയിന്റ് 2, കോൺടാക്ട് പോയിന്റ് CP1 ആൻഡ് CP2, ഇത് രണ്ടുമായിരുന്നു നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. ആ 2 ഭാഗത്തിൽ പരിശോധന, ഇപ്പോൾ CP1 പരിശോധനയിൽ ഇന്നലെ വേറൊരു ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുകയും അത് അവിടെ അർജുൻ്റെ വാഹനമില്ല എന്നത് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കോൺടാക്ട് പോയിന്റ് 2 ആണ്. അവിടേക്ക് നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് അവിടെ ഒന്ന് ഈ തടിയുടെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഈ കയറ്, നേരത്തെ നാവികസേന അവിടെ കയറിൻ്റെ ഭാഗം കണ്ടെത്തുകയും അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ്. വീണ്ടും അവരവിടെ പരിശോധന, ഇന്നിപ്പോൾ ഈ പറയുന്ന ഡ്രഡ്ജിങ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ പരിശോധന നടത്തിയപ്പോഴാണ് കയറിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയത്. അതിനോട് ചേർന്ന് ഈ ക്രാഷ് ഗാർഡ് ഏതാണ്ട് കുറച്ച് ഡാമേജ് വന്ന നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്.
കുറച്ച് ലോഹഭാഗങ്ങൾ കൂടി അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചില ബാഗുകൾ അവിടെ നിന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അക്കാര്യത്തിൽ കുറെ കൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ദ്രപാലൻ അവിടേക്ക് എത്തുന്നു. അദ്ദേഹത്തിൻ്റെ സാങ്കേതിക വിദ്യ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഇനി കൂടുതൽ തെരച്ചിൽ നടത്തണോ അതോ മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറേണ്ടതുണ്ടോ, നമ്മളൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്തായാലും ഒരു 4 മണിക്ക് കാര്യം ഇന്ദ്രപാലൻ എത്താൻ പോകുന്നു. ഇന്ദ്രപാലൻ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ ഇന്ദ്രപാലൻ പറഞ്ഞിരുന്നത് ഇതൊരു പക്ഷേ ഈ ക്യാബിൻ ഒരുപാട് മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാകുമോ എന്നൊരു സംശയം ഇന്ദ്രപാലൻ പറഞ്ഞു. അതിപ്പോൾ എന്താണ് ഈ ക്യാബിൻ ഇൻടാക്റ്റ് ആയിട്ടാണെങ്കിൽ, പക്ഷേ ആ ക്യാബിൻ ഇൻടാക്റ്റായി അതിന് തകർച്ചയൊന്നും സംഭവിക്കാതെ മറ്റു വണ്ടികളുടെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയത് ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്. നേരത്തെ ടാങ്കറിൻ്റെ ആ ക്യാബിൻ ഭാഗം പോലും കണ്ടെത്തിയത് ഏതാണ്ട് പൊളിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ ആ പൊളിഞ്ഞ അവസ്ഥയിൽ ആ ടാങ്കർ കിടക്കുമ്പോൾ നമ്മുടെ അർജുൻ്റെ വണ്ടി മാത്രം ക്യാബിൻ കുഴപ്പമില്ലാതെ കിടക്കുമോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരം തരേണ്ട നിർണായക മണിക്കൂറിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ പെട്ടെന്ന് തിരികെത്താം. ഈ വാർത്തയിലേക്ക് തന്നെയാണ്, ഷിരൂരിലേക്ക് തന്നെയാണ്. ചെറിയൊരു ഇടവേള.